ഹരേ കൃഷ്ണ. ത്രിമധുരം ഗ്രൂപ്പില് ഒരമ്മ പോസ്റ്റ് ചെയ്ത രസമുള്ള ഒരു ഉണ്ണിക്കണ്ണന്റെ കഥ പറയട്ടെ. കഥയല്ല, അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. ഹരേ കൃഷ്ണ. ഒരു രസകരമായതും എന്നാൽ ചിന്തിക്കാനുള്ളതുമായിട്ടുള്ള ഒരു കാര്യം പറയാം. മുന്നേ മഞ്ചാടി മണികൾ കിട്ടിയത് ഓഫീസിൽ വരുമ്പോഴായിരുന്നു. അവ അമ്മ ഓഫീസിലാണ് സൂക്ഷിച്ചത്. ഇന്നലെ മുറ്റം വൃത്തിയാക്കുമ്പോൾ കിട്ടിയത് മകന്റെ കണ്ണിൽപ്പെടാത്ത സ്ഥലത്ത് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞ് ആ സ്ഥലം വൃത്തിയാക്കാൻ ചെന്നപ്പോ മഞ്ചാടി മണി കാണാനില്ല. ഞാൻ ചുറ്റിലും അന്വേഷിച്ചു, എവിടെയില്ല. എനിക്കാണെങ്കിൽ വലിയ വിഷമം തോന്നി. ഞാൻ ചിന്തിച്ചു, അതെന്താ ഭഗവാൻ എന്റെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന്. ഞാൻ ഈ കാര്യം ഇവിടെ നിർത്തിയാൽ നിങ്ങൾ പറയും മകന് കൊടുക്കാത്തതിൽ ഭഗവാൻ മറച്ചു വെച്ചതാണ് എന്ന്. എന്നാൽ നേരം വെളുക്കും വരെയും ഈ വിഷമം എന്നെ വല്ലാതെ അലട്ടി. അവസാനം നമ്മുടെ കഥാനായകൻ എഴുന്നേറ്റു, അതായത് മകൻ. അദ്ദേഹം മഞ്ചാടി അതിന്റെ മരച്ചുവട്ടിൽ പോയി പെറുക്കാറുണ്ടായിരുന്നു. മരം കുറച്ച് അകലെയാണ്. ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവന്റെ കയ്യിൽ 11 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എണ്ണാൻ കാരണം മുറ്റത്ത് നിന്ന് കിട്ടിയ മഞ്ചാടി അവന്റേതാണോ എന്നറിയാനായിരുന്നു. എണ്ണുമ്പോൾ ഈ മഹാനും അടുത്തുണ്ടായിരുന്നു. എണ്ണിയപ്പോൾ 12 എണ്ണം ഉണ്ട്. എണ്ണുമ്പോൾ എന്റെ മഞ്ചാടി നഷ്ടപ്പെട്ടത് എനിക്ക് അറിയില്ലായിരുന്നു. 12 എണ്ണം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ? അപ്പോഴൊന്നും എന്റെ മഞ്ചാടി നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാണാതായത് ഞാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. എഴുന്നേറ്റ് വന്നപാടെ ഞാൻ നായകനോട് ചോദിച്ചു, മോനെ, ഇന്നലെ നിനക്ക് മഞ്ചാടി മണി കിട്ടിയിരുന്നോ? കിട്ടിയിരുന്ന സ്ഥലം അമ്മയ്ക്ക് കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം അതാ ഞാൻ മറച്ചു വെച്ചിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് ഇത് കാണിച്ചു കൊടുത്തത് എന്ന്. ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. ഉണ്ണികളോട് കളിക്കണ്ട. ഉണ്ണികളെ ഭഗവാൻ അത്ര ഇഷ്ടമാണ്. അത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ്. അപ്പോ അവരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ നോക്കണ്ട കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ കഥ. കഥയല്ല, അനുഭവമാണ്. വളരെ സന്തോഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ. ഗ്രൂപ്പിലിട്ടതാണ്, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല പറയട്ടെ എന്നുള്ളത്. പക്ഷേ ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല, ആരും ഷെയർ ചെയ്യേണ്ട കേട്ടോ.